ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രതിഭാസങ്ങളിൽ ഒന്നായ തമോഗർത്തങ്ങളെക്കുറിച്ചും അവയുടെ മരണത്തെക്കുറിച്ചുമാണ് അടുത്തറിയുവാനായി പോകുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ അനേകം മടങ്ങ് പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ അവസാന കാലഘട്ടത്തിൽ ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുകയും പ്രകാശത്തിനു പോലും രക്ഷപ്പെടുവാൻ ആവാത്ത അത്രയും ഗുരുത്വാകർഷണമുള്ള ഒരു സിംഗുലാരിറ്റി കേന്ദ്രമായുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഒരു കാലം വരെ നമ്മുടെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് തമോഗർത്തങ്ങൾക്ക് മരണം ഇല്ല എന്നും അവ പതിയെ പതിയെ വലുതായി കൊണ്ടിരിക്കുമെന്നുമായിരുന്നു. എന്നാൽ പക്ഷേ വർഷം 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു വിപ്ലവകരമായ ആശയം മുൻപോട്ട് വയ്ക്കുകയുണ്ടായി. ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ച് സ്റ്റീഫൻ ഹോക്കിങ്സ് ഇങ്ങനെ വാദിക്കുകയുണ്ടായി: ബ്ലാക്ക് ഹോളുകൾ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല, അവ ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും തമ്മിൽ അനേകം വ്യത്യാസങ്ങളുണ്ട്. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് കരുതുന്ന ബഹിരാകാശം പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. അവിടെ നിരന്തരം പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും നശിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാസമുദ്രമാണ്. ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു തമോഗർത്തത്തിൻ്റെ അതിർത്തിയായ ഇവന്റ് ഹൊറൈസണിന് സമീപം ഒരു പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുമ്പോൾ അവയിലൊന്ന് തമോഗർത്തത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണത്താൽ ഉള്ളിലേക്ക് പതിക്കുകയും മറ്റൊന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി ഈ ജോഡികൾ ഒരുമിച്ച് നശിച്ചു പോകുന്ന അനിലേഷനാണ് നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ പുറത്തേക്ക് പോകുന്ന കണികയെ നമ്മൾ പോസിറ്റീവ് എന്നും ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന കണികയെ നെഗറ്റീവുമായി കണക്കാക്കുകയും ചെയ്യുന്നു. ഈ നെഗറ്റീവ് ഊർജമുള്ള കണിക ബ്ലാക്ക് ഹോളിൻ്റെ പിണ്ഡത്തിന് കുറവും വരുത്തുന്നു. അങ്ങനെ ബ്ലാക്ക് ഹോൾ പതിയെ പതിയെ അതിൻ്റെ പിണ്ഡം നഷ്ടമാക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്ലാക്ക് ഹോളുകൾക്ക് പിണ്ഡം കൂടുന്നതിൻ്റെ നേരെ വിപരീതമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസവുമാണ്. ഈ പ്രതിഭാസം വളരെ സാവധാനം നടക്കുന്ന ഒന്നുകൂടിയാണ്. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ വലുപ്പം കുറഞ്ഞു വരും തോറും ഹോക്കിങ്സ് റേഡിയേഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഒടുവിൽ ബ്ലാക്ക് ഹോൾ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെട്ട് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ബ്ലാക്ക് ഹോൾ ഇവാപ്പൊറേഷൻ. പക്ഷേ ഈ പ്രക്രിയയ്ക്ക് എടുക്കുന്ന സമയം വളരെ വലുതാണ്. നമ്മുടെ സൂര്യൻ്റെ അത്രയും പിണ്ഡമുള്ള ഒരു ബ്ലാക്ക് ഹോൾ പൂർണ്ണമായും ഇല്ലാതാകുവാനായി ഏകദേശം 10⁻64 വർഷങ്ങൾ വേണ്ടിവരും. ഇത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലവിലെ പ്രായത്തേക്കാൾ വളരെ കൂടുതലുമാണ്. ബിഗ് ബാങ് നടന്നതിന് ശേഷം രൂപം കൊണ്ടുവന്നിട്ടുള്ള പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകൾ ഒരുപക്ഷെ നശിച്ചിട്ടുണ്ടാകാമെങ്കിലും, എന്നാൽ പക്ഷേ വലിയ തമോഗർത്തങ്ങൾ ഇല്ലാതാകുവാനായി ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കും. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഹോക്കിങ്സ് റേഡിയേഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഹോക്കിങ്സ് റേഡിയേഷന് നമ്മുടെ കയ്യിൽ നിലവിൽ തെളിവുകൾ എന്തെങ്കിലുമുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ, നിലവിൽ പക്ഷേ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നത് ഒരു സിദ്ധാന്തം മാത്രമാണ്. നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ലബോറട്ടറികളിൽ നമ്മൾ നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള തെളിവുകൾ നമുക്കിനിയും ലഭിക്കേണ്ടതായുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാലം വരെ ശാസ്ത്രകഥകളിൽ നമ്മൾ കേട്ടിരുന്ന ഒന്നു മാത്രമായിരുന്നു തമോഗർത്തങ്ങൾ. ബ്ലാക്ക് ഹോളുകളുടെ അസ്തിത്വം സ്ഥിരീകരിച്ചത് ഗുരുത്വാകർഷണ തരംഗങ്ങളെ പഠിക്കുവാനായി രൂപകൽപ്പന ചെയ്ത ലിഗോ ഒബ്സർവേറ്ററിയിലൂടെയാണ്. 2 ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങൾ ലിഗോ കണ്ടെത്തിയതോടു കൂടിയായിരുന്നു ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ നേരിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നതും. പിന്നീട് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി പോലുള്ള ദൂരദർശിനികൾ
ബ്ലാക്ക് ഹോളുകൾ പുറത്തുവിടുന്ന എക്സ്റേ കിരണങ്ങളെ കണ്ടെത്തുകയുണ്ടായി. ഒരു വസ്തു ബ്ലാക്ക് ഹോളിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണത്താൽ വലിച്ചെടുക്കപ്പെടുമ്പോൾ അത് ചുറ്റുമുള്ള അക്രിയേഷൻ ഡിസ്കിൽ അതിവേഗം കറങ്ങുകയും ഫ്രിക്ഷൻ കാരണം ലക്ഷക്കണക്കിന് ഡിഗ്രി വരെ ചൂട് പിടിക്കുകയും ചെയ്യുന്നു. ഈ ചൂട് പിടിച്ച പദാർത്ഥങ്ങൾ ഹൈ എനർജി റേഡിയേഷനുകളായ എക്സ്റേ കിരണങ്ങളെ പുറത്തു വിടുകയും ചെയ്യും. ഒരു നക്ഷത്രത്തിന് പുറത്തുവിടുവാൻ സാധിക്കാത്ത അത്രയും ശക്തമായ എക്സ്റേ കിരണങ്ങൾ ഒരു ചെറിയ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ അത് ഒരു തമോഗർത്തമായിരിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുണ്ടായിരിക്കുക. തമോഗർത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ശക്തമായ തെളിവ് ലഭിച്ചത് 2019 2019 ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് M87 എന്ന അതിഭീമൻ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തുകയുണ്ടായി. ഏകദേശം 55 ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം വെറും ഒരു ദിവസം കൊണ്ട് ശാസ്ത്രലോകം സ്ഥിരീകരിച്ച ഒന്നായിരുന്നില്ല. നൂറുകണക്കിന് ശാസ്ത്രജ്ഞർ 2 വർഷത്തോളം നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഇതൊരു ബ്ലാക്ക് ഹോൾ ആണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നത് ഇന്നൊരു സിദ്ധാന്തമായി നിലനിൽക്കുന്നതാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാണോ എന്നറിയുവാനായി ചിലപ്പോൾ കാലങ്ങൾ ഇനിയും നമ്മൾ മുൻപോട്ട് പോകേണ്ടതായി തന്നെയുണ്ട്. അപ്പോൾ ഹോക്കിങ്സ് റേഡിയേഷനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.